ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതികളെ മുന്നിൽ കൊണ്ടുവരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPM നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോഴാണ് സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും കേസ് അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു? അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക്? അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്? കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം. ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയതൊക്കെ CPMകാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയോ? എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്? ജയിലിൽ കിടക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് എന്തെല്ലാം മറച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ്. കേസന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടത്. പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഇടപാട് അന്വേഷിക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം പാലക്കാട്ടെ കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണത്തിൽ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.